പെണ്ണുങ്ങളും മക്കളും കുട്ടികളും തമ്മിൽ സുഖമില്ല. ആണോ അല്ലേ? പറ ആണോ അല്ലേ? എന്താ മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മീനും വാങ്ങി ചിരിച്ചുകൊണ്ട് രണ്ടാളും ഭാര്യയും ഭർത്താവും കൂടി കാണുന്ന സമയത്ത് ഈ മീൻകടൻ്റെ മുതലാളി, കോടാനക്കോടിൻ്റെ മുതലാളി മനസ്സുകൊണ്ട് വേദന, പഠിച്ചോനെ എന്താണ് ആ സന്തോഷം, എനിക്കത് കിട്ടിയില്ലല്ലോ. മൂപ്പർക്ക് ദിവസം 10,000 ലക്ഷക്കണക്കിന് ഉറുപ്പിക വാടക കിട്ടണ്ടോ, പക്ഷെ മൂപ്പർക്ക് എന്തില്ല, ജീവിത സുഖമല്ല. അത് കഷ്ടപ്പാടാണോ അല്ലേ? പോക്കറ്റിൽ ഒരു 100, 150, 200 തേക്കിയില്ല. ഇനി പഠിച്ചോനെ എവിടുന്നാ അപ്പോൾ ഇത് കിട്ടുക? ഇനി ആരൊക്കെ അടുത്ത് പോയിട്ട് കുമ്പിട്ടുന്നാലാ പൈസ കിട്ടുക? നേരം നോക്കുമ്പോൾ ഇത് കിട്ടണം, നാളെ അല്ലെങ്കിൽ കുട്ടീനെ വരാൻ പാടില്ല എന്നാ ടീച്ചർ അഡമൻ്റായി പറയുന്നത്. ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എത്ര! അത് അകപ്പെടലല്ല, ആ ചമക്കാണ് നിനക്ക് എന്ത് കൂലി. അതിന്റെ അകപ്പെടല. അപ്പൊ നിനക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയും. ക്ഷമിച്ചാൽ നിന്റെ കൂടെ ആരുണ്ട്? മനസ്സിലായില്ലേ? ക്ഷമിച്ചാൽ നിന്റെ കൂടെ ആരുണ്ട്? അല്ലാഹു നിന്റെ കൂടെ ഉണ്ടായിട്ടല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മൂന്നിനെ ക്ഷമിക്കാൻ കഴിയും, അവന്റെ കൂടെ അള്ളാഹുണ്ട്. മറ്റവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ക്ഷമിക്കാൻ കഴിയില്ല, കാരണം അവന്റെ കൂടെ ആരില്ല, അള്ളാഹുല്ല. അപ്പൊ കഷ്ടപ്പാടോ ക്ഷമയോ പ്രശ്നങ്ങളോ ഒരു അകപ്പെടലെന്ന് പറയാൻ കുടുങ്ങി, ഞാൻ കുടുങ്ങി, അങ്ങനത്തെ ഒരു വാക്കില്ലേ മൂല്യരെ ഉണ്ട്. അത് കടം കൂടിയാൽ പറയേണ്ട വാക്കല്ല. പറയാ ഇജ് കള്ളുടിക്കാൻ നമ്മൾ കടം വാങ്ങിയതാണെങ്കിൽ പറയാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പറയാം. ഇജ് കള്ള് കുടിക്കാൻ കടം വാങ്ങിയതാണെങ്കിൽ പറയാം, ഞാൻ കുടുങ്ങിയലോന്ന് പറയാം. പിന്നെയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ നിനക്ക് രോഗം വന്നു, രോഗം ഉണ്ടാവണോ വേണ്ടേ? രോഗം മനുഷ്യന് വേണോ വേണ്ടേ? മനുഷ്യൻ പറയല് നേരെ എതിരാ. ഒരു മനുഷ്യൻ രോഗത്തിൽ കഷ്ടപ്പെട്ടാൽ നമ്മൾ പറയും എന്ത് പറയും? അങ്ങനെയൊന്നും ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അവസാനമൊക്കെ മിണ്ടാൻ വയ്യാതെയൊക്കെ അങ്ങോട്ട് ആയി, പിന്നെ ഒക്കെ മരിച്ചു. ഇത് വേണോ വേണ്ടേ? നമ്മളെന്താ പറയാ, എന്തോ കുരുത്തക്കേട് ഉണ്ടാവും, ആനക്കാടാ പോത്തേ കുരുത്തക്കേട്. ഈ മനുഷ്യൻ എന്ത് കുരുത്തക്കേടാണത്? ഇജ് ഇടിവെട്ടി മകരൻ മരിച്ചാൽ അത് കുരുത്തക്കേടാ. കഷ്ടപ്പെട്ട് മരിക്കുന്നത് എന്തല്ല കുരുത്തക്കേട്. എന്ത് കുരുത്തക്കേട് ചങ്ങായി, എന്ത് കുരുത്തക്കേട്? സഫറിൽ അവസാനത്തെ ബുധനാഴ്ച പനി വന്നു, എന്നിട്ട് റബീഉൽ അവ്വൽ 12 മരിക്കണത്, അതുവരെ പനിയാ. എന്തിപ്പോൾ ദീനം? തീരെന്താ? ഒരു പാരസെറ്റമോൾ കുടിച്ച് തീരപ്പെടുന്ന വിഷയ. ഇതിനെ നന്മയും തിന്മയാക്കി പറഞ്ഞൂടെ? പനി പിടിച്ച് മരിച്ച ആളാണ് ആര്? ഹബീബ് റസൂലുള്ളാഹ്. ഇത് അകപ്പെടലാണോ? ഇതൊരു നിർബന്ധമാണോ? അല്ലേ? ആണ്. അല്ലാ എനിക്ക് പൊരുത്തപ്പെട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം യാ റബ്ബേ. കുട്ടികളെ, നിങ്ങളിതെന്താ ചിന്തിക്കാട്ട്? അപ്പോൾ ഒരു മനുഷ്യൻ നമ്മളെ കാഴ്ചയിൽ കഷ്ടപ്പെടാം, അത് കഷ്ടപ്പെടൽ അല്ല. എന്തുകൊണ്ട്? അയാൾക്കിത് ക്ഷമ വേണം. അവിടെ ആ ക്ഷമ അള്ളാഹു അയാളങ്ങോട്ട് പൊന്തിക്കോടെ. ഹബീബായ റസൂലുള്ളാഹ് പറയാണ്, ഉറങ്ങരുതേ, ഹബീബായ റസൂലുള്ളാഹ് നല്ല അറ്റ്മോസ്ഫിയറാ, നല്ല ഉറങ്ങാൻ പറ്റിയ രാവിലെ, നല്ല തണുപ്പും കാര്യവും സുഖവും, നല്ല കാർപ്പറ്റും ഒക്കെ, അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങാം. അപ്പോൾ ഉറങ്ങണ്ട, നിങ്ങൾ പറയണത് നല്ലോണം കേൾക്കുക, എന്തായി പറയണത് ചിന്തിക്കണം. അത് എന്തിപ്പോൾ പറഞ്ഞത്? എന്ത് പറയാനാ നമുക്ക്? എന്താ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ദറജ വെച്ചു. ഫലം യബ്ലുഗു ഇലൈഹാ ബിഅമലിഹി, അവൻ്റെ അമൽ കൊണ്ട് ആ ദറജയിൽ എത്താൻ അവന് കഴിയില്ല. അങ്ങനത്തെ ദറജ അല്ലാഹു ഇയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് അമൽ കൊണ്ട് എത്താൻ ഈ വ്യക്തിക്ക് കഴിയില്ല. ഫഅതാഹുല്ലാഹുൽ മുസീബ ഇമ്മാ ബിൽ മർളി ഔ ഹാക്കദ. അപ്പോൾ അല്ലാഹു തആല അയാൾക്ക് ഒരു മുസീബത്ത് കൊടുത്തു. ചിലപ്പോൾ രോഗാവും, ചിലപ്പോൾ ദാരിദ്ര്യവും, എന്ത് പറയണ്ടേ, എന്തും. 10 ഉറുപ്പ്യ നയിച്ചുകൊണ്ടിരാനായ മകൻ പെട്ടെന്നാണ് നാട് വിട്ടു. 10-20 വയസ്സായി. ഇനി ഓനെ പീടിയിൽ നിർത്തിയാലും 16,000 ഉറുപ്പ്യ കിട്ടും. ഓനെ നാട് വിട്ടു. പിന്നെ ഇല്ലേ, ഇയാൾക്കാരുടെ വയസ്സായി, രോഗമായി. ഇനി അയാൾ ആ കഷ്ടപ്പാട് അയാൾക്ക് ഹൈറാണോ? അല്ലേ? പറയാം, അയാൾക്ക് ഹൈറാണ്. നമ്മളെന്താ പറയാ? കണ്ടില്ലേ ഒരായ മകനെ പിന്നീട് ഇല്ലാതെ. ഇവിടെ എന്താണ് ഇയാൾക്ക് അല്ലാഹു തആല ദറജ വെച്ചിട്ടുണ്ട്?
ഇനി അയാൾക്കൊരു പണിയില്ല, അയാൾ ഇനി എന്തേ അപ്പൊ അയമോട്ടിയാക്കണ്ട് എന്ത് അങ്ങാടിയിലെ അയമോട്ടി മീൻ വെക്കണ അയമോട്ടിനോട് പറയും, അയമോട്ടി ഞാൻ എൻ്റെ മീൻ വെക്കണോടത്തൊന്ന് വന്ന് സഹായിക്കട്ടെ, 4 മണിക്ക് 1 മുതൽ ഒരു 9 മണിയൊക്കെ വരെ ഞാനിരിക്കാം, കാല് വേദനയാണ്, കൈ വേദനയാണ്, നടക്കാൻ വയ്യ, എന്നാലും ആരെങ്കിലും വന്നാൽ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിക്കോളും, മീൻ വെക്കാനൊക്കെ എനിക്കും കഴിയും, ഞാൻ പോന്നോട്ടെ, ഇപ്പം ആയിട്ടില്ല എന്ന് അയമോട്ടി കുറേ വട്ടം പറയും. അപ്പോഴും പറയും അല്ല പറയണേ, ഒരു വിഷമമായതുകൊണ്ടാണ്. അപ്പം അവസാനം മനസ്സോടെ അയമോട്ടി ഒരു തൊഴിൽ കൊടുക്കും. എന്നിട്ട് അവിടെ വന്ന് ഈ കാലുവേദനയും കൈവേദനയും സഹിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും, മീൻ വിറ്റ് കൊടുക്കും. 10 മണി വരെ അവർ ഇരുന്ന് കൊടുക്കും. അപ്പോൾ 500 റുപ്യ കൊടുക്കും. ഈ 500 റുപ്യ കൊണ്ട് കുടുംബം ചെയ്തു. ഈ 500 പകരം 1000 കൊണ്ടുവരാനും 1500 കൊണ്ടുവരാനും ഇവിടെ ആയ മകണ്ട്. ഓപ്പം എവിടെ പോയതെന്ന് അറിയില്ല. ഇത് കഷ്ടപ്പാടാണ്. ഈ കഷ്ടപ്പാടിൻ്റെ പിന്നിൽ അയാൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം. ഇതിൽ 100-200 റുപ്യക്ക് സാധനം വാങ്ങിയിട്ട് 300 റുപ്യ അയാൾക്കും പെണ്ണുക്കും മരുന്നിന് വാങ്ങണം. എന്നാലും ഒരാൾ കൈ നീട്ടാനാവൂല. കഷ്ടപ്പാടുണ്ടോ അല്ലേ? ഈ കഷ്ടപ്പാട് ഈ വ്യക്തിക്ക് കൊടുത്തോൻ ആരാ? എന്തിനത് കൊടുത്ത്? അല്ലാഹു തആല അയാൾക്കൊരു ദർജ വെച്ചിട്ടുണ്ട്. ഫലം യബ്ലുഗു ഇലൈഹ ബിഅമലിഹി, അമലുകൊണ്ട് അവിടെ എത്താൻ ഈ വ്യക്തിക്ക് കഴിയൂല. അപ്പോൾ ഫഅതല്ലാഹുൽ മുസീബ, അല്ലാഹു അയാൾക്ക് മുസീബ കൊടുത്തു. നാളെ ഇയാൾ എന്ത് പറയും? അൽഹംദുലില്ലാ. പിന്നെ വൈകുന്നേരം അയമോട്ടിന്റെ മകൻ തന്നെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്ന് അവിടെ ഇറക്കി കൊടുക്കും. പിന്നെ ഓലും ബന്ധായി. കാരണം ഇയാൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്യും. എങ്ങനെ കസ്റ്റമറെ പിടിക്കും, മീൻ വിറ്റ് കൊടുക്കും, എല്ലാം അയാൾക്ക് പ്രശ്നമില്ല. മീൻ അവിടെ തന്നെ അയാൾ പലക വെച്ചിട്ട് മുട്ടിയിൽ വെട്ടിയിട്ട് അയാൾ കസ്റ്റമർക്ക് കൊടുക്കും. ഒക്കെ ഭയങ്കര ആത്മാർത്ഥ. അപ്പൊ അവരെന്നെ തിരിച്ചു കൊണ്ട് നോക്കും. അപ്പൊ ഇയാൾ വീട്ടിൽ വന്ന് കയറിയാൽ പെണ്ണുങ്ങളോട് പറയും 4 അടി അൽഹംദുലില്ലാ. അപ്പോഴത്തേന് അവര് വെള്ളം ചൂടാക്കി വെക്കും. വെള്ളം ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് റാഹത്തായി 2 കൂടി കിടക്കുമ്പോഴും ഇയാൾ എന്ത് പറയും? 4 നമ്മളെ പടച്ചോ നമുക്ക് ചെയ്ത അനുഗ്രഹം കൈ കൊടുക്കൂല്ല. പറയുമല്ലേ? ആര് പറയും? ആര് പറയും? മുഅ്മിൻ പറയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഇതെന്ത് കണ്ടിട്ടാണ് ഇന്നങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ആര് പറയും? തമ്മാടി പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിൻ അവിടെ എന്ത് പറയും? അൽഹംദുലില്ലാ, പടച്ചോനെ കുഴങ്ങിയിട്ടില്ല കേട്ടോ, ഇന്നാലും അൽഹംദുലില്ലാ ഒരാളെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നതുമില്ല. 10, 250, 300 റുപ്യ കൊണ്ട് മരുന്നുമായി. മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് രണ്ടാക്കും ഇവിടെ പൈസയായി. മീൻ അവൻ അവസാനം പോരുമ്പോൾ അന്നൊക്കെയുള്ള പിറ്റേന്നൊക്കെയുള്ള മീൻ അവൻ അവിടെ വെട്ടിയാണ് വെറുതെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പൈസ ഒരു 10, 50 റുപ്യ 100 റുപ്യ എന്താണെങ്കിൽ ദിവസം ബാക്കിയായി. അപ്പോൾ ഇവർ രണ്ടാളും മനസ്സിലായില്ല. പിറ്റേന്ന് എത്തിങ്ങാനെ പിരി വന്നപ്പോൾ 100 റുപ്യ എടുത്തു കൊടുത്തു. അൽഹംദുലില്ലാ. അവനെ കണ്ടപ്പോൾ അയാളെ കണ്ടപ്പോൾ എന്ത് അവിടെ പിരിവാനെ തിരിച്ചു പോകാനൊരുങ്ങ പോലെ 100 റുപ്യ ഇരിക്കും എത്തിങ്ങാനേക്ക്. ആ കുട്ടി അയാൾ പിരിവാനെ 100 റുപ്യ വാങ്ങിപ്പോയപ്പോൾ രണ്ടാളും പറയും അൽഹംദുലില്ലാ പടച്ചോനെ, എന്നാലും ഇനി കഴിഞ്ഞില്ലേ. ഇതാര് പറയും? മുഅ്മിൻ പറയും. എന്നിട്ട് മുഅ്മിന്റെ കഷ്ടപ്പാട് എന്താണ്? നിർബന്ധാണ്. എന്നാലല്ലേ ക്ഷമ. ചില വിഡ്ഢികൾ പറയും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്ത് പടച്ചോനത് അങ്ങനെ പറയുന്നവരില്ലേ? ഈ സംഗതിയിലാണ് മനുഷ്യന്മാർ കാഫറാകുക. ഇതെന്ത് പടച്ചോനാണ്? ഇതെന്ത് പടച്ചോനാണ്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കമ്മ്യൂണിസം കേരളത്തിൽ വികസിപ്പിച്ചത് വയലാറിൻ്റെ പാട്ടുകളാണ്. ആ പാട്ടുകൾ ഏറിയവരും പടച്ചോനെ കുറ്റപ്പെടുത്തിയതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു. ഇത് വയലാറിൻ്റെ പാട്ടാണ്. ഇത് കമ്മ്യൂണിസം പ്രചരിപ്പിച്ചു കേരളത്തിൽ. ഒരു നിരീശ്വര മനസ്സാണ് പൊതുവെ കേരളത്തിൻ്റെ മനസ്സ്. അതാണ് കേരളത്തിൽ കമ്മ്യൂണിസം വിജയിക്കാനുള്ള ഒരു കാരണം. കേരളത്തിൽ ഇനിയും കമ്മ്യൂണിസം വിജയിക്കും. അവസാനിച്ചു വിചാരിക്കേണ്ട. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു തരംഗമുണ്ടായാൽ പോലും അതിന് ഒരാഴ്ചയുടെ ആയുസ് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ മനസ്സ് വീണ്ടും മാറി. നമ്മളൊന്നും വിചാരിക്കരുത്. കേരളത്തിൻ്റെ മനസ്സ് വയലാറുണ്ടാക്കിയതാണ്. EMS അല്ല. EMSനൊക്കെ ബലം കൊടുത്തത് വയലാറാണ്. EMSന് മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ അറിയില്ല.
EMS ഭരിച്ച കാലത്ത്, EMS ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ അക്കാലത്ത് സിന്ദാബാദ് വിളിക്കുന്നവരെ പറ്റി എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് സിന്ദാബാദ് വിളിക്കുമ്പോൾ സിന്ദാബാദിൽപ്പെട്ടൊരു വാക്കാണ് അരി ചോദിച്ചാൽ ബബ്ബബ്ബ, തുണി ചോദിച്ചാൽ ബബ്ബബ്ബ, അരിയും തുണിയും ചോദിച്ചപ്പോൾ ബബ്ബബ്ബബ്ബബ്ബബ്ബ. EMSന് പൊതുവെ എന്തുണ്ടായിരുന്നു? ഒരു വിക്ക്. ഇതൊക്കെ EMSനെ പറ്റി പാടിയപ്പോൾ എന്താ പറയുക, മുദ്രാവാക്യങ്ങളാ. മനസ്സിലായി? ഞാൻ അവരൊന്നും കുറ്റം പറയല്ല. അപ്പോൾ ഒരു EMSൻ്റെ ബൗദ്ധിക നിലവാരമൊന്നുമില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിനെ വളർത്തിയത് വയലാറിൻ്റെ പാട്ടുകളാണ്. ഈ വയലാറിൻ്റെ പാട്ടുകൾ ഏകദേശം നിരീശ്വരവാദമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്താ കാരണം? കഷ്ടപ്പാടിൽ നിരീശ്വരവാദിയാകാൻ എളുപ്പം. അതൊരു പരീക്ഷണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന് പടച്ചോന്റെ വിശ്വാസം വർദ്ധിക്കേണ്ട സമയമാണ് എന്ത്? കഷ്ടപ്പാട്. അവിടെയാണ്. മറ്റേ നിനക്ക് ചാൻസ് എന്താ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഈ ഒരു മനുഷ്യനാകണമെങ്കിൽ നിനക്ക് എന്ത് വേണം? ഒരിക്കലും അത് അകപ്പെടലല്ല. പൈസ പള്ള നിറച്ചുണ്ട്, പക്ഷെ ആരോഗ്യമല്ല. ആരോഗ്യം പള്ള നിറച്ചുണ്ട്, ദാരിദ്ര്യമാണ്. ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, പക്ഷെ പൊരയിൽ സുഖമല്ല. പെണ്ണുങ്ങളും മക്കളും കുട്ടികളും നമ്മൾ സുഖമല്ല. ആണോ അല്ലേ? പറ ആണോ അല്ലേ? എന്താ? മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മീനും വാങ്ങി ചിരിച്ചുകൊണ്ട് രണ്ടാളും ഭാര്യയും ഭർത്താവും കൂടി കാണുന്ന സമയത്ത് ഈ മീൻകടൻ്റെ മുതലാളി, കോടാനക്കോടിൻ്റെ മുതലാളി മനസ്സുകൊണ്ട് വേദന, പഠിച്ചോനെ എന്താണ് ആ സന്തോഷം, എനിക്കത് കിട്ടിയില്ലല്ലോ. മൂപ്പർക്ക് ദിവസം 10,000 ലക്ഷക്കണക്കിന് ഉറുപ്പിക വാടകട്ടുണ്ടാവും, പക്ഷെ മൂപ്പർക്ക് എന്തില്ല? ജീവിത സുഖമല്ല. അത് കഷ്ടപ്പാടാണോ അല്ലേ? പറയുടെ ചങ്ങായി കഷ്ടപ്പാണ്, അതുണ്ടാകണം ചങ്ങായി. എന്താ വിചാരിച്ച്? അപ്പൊ ഈ ഒരു മനുഷ്യനായി. അപ്പൊ ഇയ്യും മോനും ഒക്കെ വാതിൽക്കലും സ്വർഗത്തിന്റെ വാതിൽക്കൽ. അപ്പൊ അയമൂട്ടി ഉണ്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ. ഞാനും നിങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അയമൂട്ടി നോക്കുമ്പോൾ അയമൂട്ടി ഇജ ആ നോട്ടിൻ്റെ കെട്ട് ഇങ്ങനെയൊക്കെ എണ്ണീറ്റും ഇജെങ്ങനെയായി സ്വർഗത്തിൽ എത്തിയത്? ഞങ്ങളൊക്കെ ഉറപ്പിച്ചാണ് ഇജൊന്നും ഒരിക്കലും സ്വർഗത്തിലുണ്ടാവില്ല. അപ്പൊ അയമൂട്ടി പറയും, എനിക്കടാ 5 പെണ്ണുങ്ങളാണ് എന്നെ സ്വർഗത്തിലെത്തിച്ച്. കാരണം ഒരു സുഖോള് തരൂല. നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലാകും. അങ്ങനെ തന്നെ, അതങ്ങനെ തന്നെ ആകണം. പെണ്ണുങ്ങളുണ്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ, റസൂലുള്ളാഹിന്റെ നേരെ ബാക്കിൽ. ഇവള് പറഞ്ഞ ചീത്തക്ക് ഇയാളെ കണക്കും കയ്യൂല്ല. എന്നിട്ട് ഓള് സ്വർഗത്തിന്റെ വാതിൽ. അപ്പൊ ഇയാള് ഉറപ്പിച്ചു കുഞ്ഞാത്തും ഏതായാലും സ്വർഗത്തിലെത്തൂല. നോക്കുമ്പോ ബാക്കിൽ കുഞ്ഞാത്തും. അപ്പൊ ചോദിച്ചു, എല്ലാം പറഞ്ഞോളെ ഇങ്ങനെയൊക്കെ പൊടിയാട്ടും ചീത്തയും ഇന്നെ പറഞ്ഞിട്ട് ഈ എന്തേ പറഞ്ഞോളെ ഇവിടെ എത്തിയത്? അപ്പൊ അതിന് വേറെ കാരണമുണ്ട്. ഇവളെ മക്കൾ ഇവിടെ വിട്ട് പൊരിക്കും. ആ പൊരിക്കലിന്റെ ഒരു ദേഷ്യത്തിന്റെ അവസാനമാണ് ഇവൾ ഇയാളെ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഇവൾക്കും എന്തുണ്ട്? പറയുടെ ചെങ്ങായി കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അതിന്റെ കണക്ക് അങ്ങനെയാണ്. പരൽമീനെ കണ്ടാൽ വലിയ മീൻ വെട്ടും, അതിനെ കണ്ടാൽ തവള വെട്ടും, തവളനെ കണ്ടാൽ പൊളവൻ വെട്ടും, പൊളവനെ കണ്ടാൽ നീർക്കോലി വെട്ടും. എല്ലാരും പേടിയില്ല, പുറത്തു പറയണ്ട. മനസ്സിലായില്ല? പേടിയില്ലാത്ത ഒരാളുമില്ല. പരൽമീനെ വെട്ടുന്ന സമയത്ത് വലിയ മീൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇന്റെ അസ്രായേൽ വരുന്നുണ്ടോ? വെള്ളം വെട്ടും, ഒന്നതിന് മേലെ അടിയിലുള്ളതിനെ വെട്ടും. അപ്പൊ എല്ലാവരും എന്തിനാണ്? എല്ലാവരും എന്തിനാണ്? പേടിയിലാണ്. നിങ്ങളിപ്പോ പറയില്ല, ട്രംപാണ് ഇവിടെ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അയാൾക്കും പേടിണ്ടാവും. പേടിയില്ലെങ്കിൽ അയാളെ കാര്യം നടക്കൂല. എല്ലാവരും അങ്ങനെ പേടിണ്ടാവും. അത് ഈ ലോകത്തിലെ ഒന്നാണ്. അത് പേടി കിട്ടിയാൽ ചിലർ പടച്ചവനെ കുറ്റപ്പെടുത്തും, ചിലർ അവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അത് മൂമിന്റെ സ്വഭാവമാണ്. അവിടെയാണ് അല്ലാഹു തആല നിനക്ക് എന്ത് വെച്ചത്? സ്വർഗ്ഗം നരകവും. പുറത്തു പറയണില്ല എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതത്തിൽ ഇതൊന്നൊരു അകപ്പെടലായി വിചാരിക്കരുത്. അകപ്പെടലുണ്ട്. അതെന്താന്ന് പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? വളരെ വളരെ ചിന്തിക്കണം. സബ്ർ വേണം. സബ്റില്ല നടക്കൂല. ആദ്യം നീ ക്ഷമിക്ക്, പിന്നെ നിസ്കരിക്ക്. ഓഹോ, അപ്പൊ നിസ്കാരത്തിന്റെ മേലെയാണ് എന്ത്? ക്ഷമ.
വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് حسبي ربي جل الله ما في قلبي غير الله 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 കഷ്ടപ്പാടെങ്ങനെയാ ഒരു പൊസിഷനും അതിൻ്റെ അപ്പുറത്തപ്പുറത്തും കഷ്ടപ്പാടിനെ അംഗീകരിക്കൂല. ഇപ്പൊ ഇത് സ്കൂൾ തുറന്ന ആഴ്ച ആണോ അല്ലേ? അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിലാക്കി ബാപ്പ തിരിച്ചു പോകുക. ചിന്തിക്ക്, ടീച്ചർ അടുത്താക്കി തിരിച്ചു പോകുക. അപ്പൊ കുട്ടി കരയും. അപ്പൊ ടീച്ചറോട് തിരിച്ച് വർത്താനം പറഞ്ഞ് മോട്ടോർ സൈക്കിൾ കയറി ബാപ്പ പോകുക. എന്താണ് അവിടെ കുട്ടി ആലോചിക്കുന്നത്? പഠിച്ചോനെ, ഇത് വാപ്പാനെ പോലെ എന്തൊരു സുഖാണ്. ബാപ്പാനെ തല്ലാനൊരു ടീച്ചറുമില്ല, ബാപ്പാക്ക് പഠിക്കാനൊരു പാഠമില്ല, ഒരു ബാധ്യതയില്ല. ബാപ്പാക്ക് എപ്പോഴും സ്കൂളിൽ വരാ പോകാം, അടുത്ത പിടിന് ചായയും നെയ്യപ്പം ബാപ്പ ഇങ്ങനെ തിന്നണ കുട്ടി ഇങ്ങനെ കാണുക. എന്തുമില്ല, ബാഗിലൊരു നെല്ലിക്കണ്ട്, അതുവരെ തൊടപ്പെടാൻ അവകാശമില്ല. ഓ, എന്റെ നെല്ലിക്ക, എന്റെ ബാഗിലുള്ള നെല്ലിക്ക തിന്നാ നെല്ലിക്ക എടുത്താൽ ചൂലെടുത്ത് ടീച്ചർ. അപ്പൊ കുട്ടി എന്താ ആലോചിക്കണ്? ബാപ്പാനെ പോലെ ആയാൽ എന്തൊരു സുഖാണ്. ബാപ്പ മോട്ടോർ സൈക്കിൾ കയറിയിട്ട് പോകുമ്പോ ബാപ്പന്റെ ആലോചിക്കണ്, പഠിച്ചോനെ സുഖമുള്ളൊരു കാലം എനിക്ക് കഴിഞ്ഞുപോയി. എന്റെ കുട്ടിന്റെ ആ കാലനാണ് എന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആണോ അല്ലേ? ബാപ്പ മനസ്സിലായില്ല. നീ കുട്ടിക്ക് നോട്ട് ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞപ്പോ 16 നോട്ട് ബുക്കാണെന്ന് പറഞ്ഞു. സ്ലേറ്റ് നോട്ട് വേണം, വെള്ളം കൊട വേണം, മറ്റത് വേണം, ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തുറക്കണ ജാതി വെള്ളക്കുപ്പി വേണം, അത് വേണം, ഇത് വേണം, പിന്നെ ഈ ഇതൊന്നും പറ്റൂല, വെള്ളം നനയാത്ത സൈസ് സ്കൂൾ ബാഗ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ 10-15,000 ഉറുപ്പ്യ ഉണ്ട് പോക്കറ്റിൽ. ഒരു 100 150 200 തേക്കിയില്ല. ഇനി പഠിച്ചോനെ എവിടുന്നാ അപ്പം ഇത് കിട്ടുക? ഇനി ആരൊക്കെ എടുത്ത് പോയിട്ട് കുമ്പിട്ടുന്നാലാ പൈസ കിട്ടുക? നേരം നോക്കുമ്പോൾ ഇത് കിട്ടണം, നാളെ അല്ലെങ്കിൽ കുട്ടീനെ വരാൻ പാടില്ല എന്നാ ടീച്ചർ അഡമൻ്റായി പറയണത്. ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എത്ര ആണോ അല്ലേ? അപ്പോൾ ആലോചിക്കാണ്, എന്ത് പഠിച്ചോനെ, എൻ്റെ മകൾ ഫസീലാൻ്റെ ഒരു പ്രായം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ല അലേത്ത ഇത് ലോകം അങ്ങനെയാ. പരലിനെ വെട്ടുന്ന മീനെ കാണുമ്പോൾ പടച്ചോനോട് പറയണത്, പരൽ മീൻ പറഞ്ഞു, പടച്ചോനെ ഇജിന്നെ വലിയ മീനാക്കിയില്ലല്ലോ എന്നാ. വലിയ മീൻ അതിനെ വെട്ടുന്ന തവളനെ കാണുമ്പോൾ പറഞ്ഞു, പടച്ചോനെ ഇജിന്നെ തവളാക്കിയിരുന്നു. തവള അതേ സമയത്ത് നീർക്കോലിനൊക്കെ പടച്ചോനെ ഇജ് എന്തിനാണ് ഇന്ന് തവളയാക്കിയത്? ജിന്നെ നീർക്കോലിയാക്കിയില്ലല്ലോ എന്ന്. ആണോ അല്ലേ? അത് ഈ ദുനിയ ഇതാണ്. എന്ത് ദുനിയാവ്? നീട്ടുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ നീ അവിടെ എന്ത് വേണം? വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. നീ സദാസമയവും ക്ഷമിക്കണം. വമാ സബറുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹു കൂടെ ഉണ്ടായിട്ടല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല. അത്ര പറഞ്ഞാൽ മതി. അപ്പൊ കഷ്ടപ്പാടിലല്ല, കഷ്ടപ്പാടിൽ ക്ഷമിക്കാൻ കഴിയുക. കഷ്ടപ്പാട് അനിവാര്യ. രണ്ടാൾ തമ്മിൽ തർക്കമുണ്ടായി നമ്മളെ കേരളത്തിൽ. 3 ആളുമുണ്ടായി. അവസാനം 2 ആളിലേക്ക് കൂട്ടിക്കൊള്ളി. ഒന്ന് VD സതീശനും ഒന്ന് രമേശ് ചെന്നിത്തലയും. 2ആൾക്കും എന്താകണം? മുഖ്യമന്ത്രിയാകണം. വലിയ വിവാദങ്ങളും ഈ കഴിഞ്ഞ മാസം അത് നടന്നു നമ്മുടെ നാട്ടിൽ. അത് അനിവാര്യമായിരുന്നു, അങ്ങനെ നടന്നു. അങ്ങനെ 2 കൽപ്പിച്ച് എന്താ പറയുക, ഹൈക്കമാൻഡ് തീരുമാനിച്ചു. VD സതീശൻ
മുഖ്യമന്ത്രി ആകട്ടെ ആഭ്യന്തര മന്ത്രിയായി രമേശ് ചെന്നിത്തലയും വരട്ടെ. അങ്ങനെ തീരുമാനിച്ച് രണ്ടാളും പിരിഞ്ഞു. ഇപ്പോൾ രാത്രി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു മാസമായല്ലോ, രാത്രി കായും കാലും കഴുകിയിട്ട് കയറി കിടക്കണ നേരത്ത് നമ്മളെ മുഖ്യമന്ത്രി എന്തേ ആലോചിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അയാൾ ആലോചിച്ചിട്ടുണ്ടാവുക? എന്താണ് ആലോചിച്ചിട്ടുണ്ടാവുക? ദൈവമേ, അയാളെ ദൈവവിശ്വാസിയാണ്, ദൈവമേ ഈ ബുദ്ധി അന്ന് തോന്നേണ്ടിയിരുന്നു. എന്ത്, എനിക്ക് മുഖ്യമന്ത്രി ആകണ്ടിയിരുന്നില്ല. ഉറപ്പ്, അത് ചിന്തിച്ചിട്ടുണ്ടാവും അത്. കാരണം ഇപ്പം എല്ലാ പ്രശ്നവും എൻ്റെ തലയിലാണ്. ഈടി കയറിയിട്ട് പിണറായി വിജയൻ മറുപടി പറയേണ്ടുന്നത് അയാളാണ്. മനസ്സിലായ അവസരോചിതം ആഭ്യന്തരമന്ത്രി ഇടപെട്ടതുകൊണ്ട് അയാൾക്ക് തല്ല് കുറച്ച് കുറഞ്ഞു. കുറച്ച് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ചല്ലേ, ലേശം തള്ളി കിടക്കട്ടെ പറഞ്ഞാണ്. ലേശം 2 ദിവസം പനിച്ചിടന്നാൽ മതിയായിരുന്നു. ആര് പറഞ്ഞാൽ മനസ്സിലായില്ല. അയാൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായാൽ മതി, എനിക്ക് പനിയാണ്. അതിപ്പോൾ കിട്ടുന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. ആഭ്യന്തരമന്ത്രിക്ക് പനിയായി, അപ്പം തലയിലായി. ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒരു എന്ത് പറയാ, ഞാൻ പനിച്ചു കിടന്ന സമയത്തല്ലേ ഈടി കയറിയത്. അതും ആര് കൊള്ളണം? പറയട ചങ്ങായി. അപ്പൊ മനസ്സിലായില്ല, എനിക്കിത് വേണ്ടിയിരുന്നില്ല. എനിക്കൊരു പനിയുള്ള ആഭ്യന്തരമന്ത്രി ആയാൽ എത്ര നന്നായിരുന്നു. ഇപ്പൊ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിന്തിക്കാതെ നടക്കൂല. ഇതാണ് ദുനിയാവ്. മനസ്സിലായ? തന്റെ കൊടുത്ത് ചിന്തിക്ക്. മനുഷ്യനാണെങ്കിൽ എന്ത് വേണം? പറ, എന്ത് വേണം? കഷ്ടപ്പാട് വേണം, കഷ്ടപ്പാട് വേണം, അത് ഉറപ്പിച്ച് വേണം. എന്താണെങ്കിലും വേണം. വളരെ ചിന്തിക്കണം. ഭർത്താവിൻ്റെ വസ്ത്രം അലക്കുന്ന നേരത്ത് കുമ്പിട്ട് നിന്ന് വസ്ത്രം അലക്കി വൃത്തിയാക്കി അതൊക്കെ അപ്പോഴത്തിന് കഞ്ഞിണ്ടാക്കാൻ ചോറുണ്ടാക്കണം പണി. ഭർത്താവോ തിരിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് പോയി, മോട്ടോർ സൈക്കിളിൽ 10 ഉച്ചക്ക് കഞ്ഞൊടിക്കാൻ ഇങ്ങോട്ട് വന്ന് ഓഫീസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അപ്പം ഈ പെണ്ണവിടെ എന്താ ചിന്തിക്കുക? പെണ്ണ് ചിന്തിക്കുക, പ്രശ്നേ ഇജ്ജ് നാണാക്കില്ലല്ലോ. എനിക്കൊരു മോട്ടോർ സൈക്കിളിൽ 2 തൊടൻ്റെ ഇടയിൽ അതിൻ്റെ ആ എന്താ പറയുക ടാങ്കൊക്കെ, മോട്ടോർ സൈക്കിൾ ടാങ്കൊക്കെ ഇട്ട് പെട്രോൾ പമ്പിൻ്റെ ഒക്കെ കയറി നിർത്തി ഓഫീസിലൊക്കെ പോയി ഒരു വരെ ഇരുന്നു. അപ്പം ഇയാളെന്താ ചിന്തിക്കുക? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഓഫീസിലൊരു സുഖമല്ല. ഓഫീസിലെ 90% സ്റ്റാഫ് ഇയാൾക്കെതിരാ. അവരുണ്ടാക്കുന്ന ഉപജാപ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. ഇയാളിങ്ങനെ ക്ലോസറ്റ് എന്താ പറയുക ഈ ഇതിൻ്റെ പല്ലിൻ്റെ പേസ്റ്റിൻ്റെ പരസ്യം കാണിക്കും പോലെ ഞങ്ങൾ പോയിരുന്നു. ആളെ കഷ്ടപ്പാടിന് കയ്യും കണക്കും ഇല്ല. അപ്പം അയാൾ ചിന്തിക്കണത് ഇവക്കൊക്കെ എന്തൊരു സുഖ. ചുരുക്കത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ കഷ്ടപ്പാടില്ലാത്തൊരു ഘട്ടം ഇല്ല. അതെല്ലാവർക്കും ഉണ്ടാവും. ഇനി അവിടെ വിജയിച്ചവരുമുണ്ട്, വിജയിച്ചവരുമുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. എന്താണ് വിജയം പരാജയം? കഷ്ടപ്പാടിൽ വിജയം പരാജയമില്ല. കഷ്ടപ്പാട് ആർക്കും ഉണ്ടാവും. അയൽപക്കത്തെ അച്യുതനും കഷ്ടപ്പാടുണ്ട്, മോമീനും കഷ്ടപ്പാടുണ്ട്, നഫീസാക്കും കഷ്ടപ്പാടുണ്ട്, യസോദാക്ക് കഷ്ടപ്പാടുണ്ട്, ഈശ്വരവാദിയായ ദാമോദരന് കഷ്ടപ്പാടുണ്ട്, ഇവർക്കൊക്കെ കഷ്ടപ്പാടുണ്ട്. അപ്പൊ കഷ്ടപ്പാട് എന്ന കാര്യത്തിൽ അവിടെ യാതൊരു മതപരമായതോ വിശ്വാസപരമായതോ ആയ യാതൊരു വകതിരിവും എന്തിലില്ല, കഷ്ടപ്പാടിലില്ല. പിന്നെ എവിടെയാണ് വേദതിരിവ്? എന്തിൽ? ക്ഷമയിൽ. ദൈവം എന്നെ കഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് അപ്പുറത്തെ ദാമോദരൻ പറയും. പഠിച്ചോനെ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഇപ്പുറത്തെ മുഅ്മിൻ പറയും. ഇങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചോളൂ, ഞാൻ അങ്ങനത്തെ ഒരു കോലത്തിരിച്ചിന്നാക്കിയില്ലേന്ന് അപ്പുറത്തായ മൂട്ടി പറയും. കാരണം ഓന് എന്ത് കയറിയിട്ടില്ല. ഈ തറയുടെ ഈമാൻ തലക്ക് കയറിയിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയും മുഅ്മിൻ. അപ്പൊ കഷ്ടപ്പാടിൽ ഇവിടെ ഒരു വകതിരിവും ഇല്ല. അതിൽ മതമില്ല, ജാതിയുമില്ല. പിന്നെ എവിടെ വകതിരിവ്? ഈമാനില്ലാമ. ഈമാൻ എന്ത് ചെയ്യും? ക്ഷമിക്കും. ഈമാൻ ക്ഷമിക്കും. ഈമാനില്ലാത്തവരോ? നമ്മളെ നാട്ടില് മമ്പാട് കല്ലുമുറിയൻ അയമൂട്ടിയാക്കാൻ ആളുണ്ട്. ഒറ്റ വാക്കോട് അവസാനിപ്പിക്കാം. ആ നാട്ടിലൊരു പണിയില്ല, 10 പൈസ ഇല്ലാത്ത, ഒരു വരുമാനം പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരാളായിരുന്നു അയമൂട്ടിയാക്ക.
അതേ സമയത്ത് അവിടെ ഏത് വിഷക്കാരും അങ്ങാടിയിൽ മമ്മൂട്ടിയാകാൻ എത്തി വരും. മനസ്സിലായോ? ഏത് കണ്ണൊട്ടനും കാലില്ലാത്തവനും കൈയില്ലാത്തവനും ഒക്കെ അയമൂട്ടിയാകാൻ എത്തിവരും. അയമൂട്ടിയാക്കാക്ക് ഒരു വരുമാനമില്ല. പക്ഷെ അയാൾ ഒരു കഷ്ടപ്പെട്ടോ വന്നാൽ എല്ലാ പീടിയെ കൂടി തെണ്ടിയിട്ട് ഇയാൾക്ക് ആവശ്യമായി പൈസ ഉണ്ടാക്കി കൊടുത്ത് ബസ് വെച്ച് വിടും. ഒരു പിരാന്തൻ മമ്പാട്ടങ്ങാടിയിൽ വന്നാൽ ഒരു പീഡിയക്കാരനോട് പോയി പറയും, ഒരു തുണി കുപ്പായം എൻ്റെ വക വേണം. ബാർബറോട് പോയി പറയും, ഞാനൊരാളെ കൊണ്ടുവരാം, ഞങ്ങൾ 2-3 ആള് ഇത് വെറുതെ വെട്ടി കൊടുക്കണം. അങ്ങനെ ബാർബർ ഷാപ്പൊക്കെ പിരാന്തനെ 4 ആൾ കൂട്ടി പിടിച്ച് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ബാർബറെ കൊണ്ട്, മനസ്സിലായില്ലേ, വെട്ടിപ്പിക്കും. വെട്ടി മുടിയൊക്കെ ഒഴിവാക്കി നേരെ മമ്പാട്ട് പുഴയെ കൊണ്ടേച്ച് കുളിപ്പിക്കും. എന്നിട്ട് നേരെ തോർത്തിട്ട് കൊണ്ടുവന്നിട്ട് ആ പയറൊക്കെ മാറ്റി നല്ല പുതിയ തുണി പാട്ടെടുത്തിട്ട് നല്ല പള്ളർച്ച് ചോറും കൂട്ടാനും വാങ്ങിക്കൊടുത്ത് ബസ് വെച്ച് വിടും. സ്ഥിരം. മനസ്സിലായോ പറഞ്ഞത്? ഇതിനയാൾക്ക് എന്ത് വേണം? ഇതൊരു കഷ്ടപ്പാടാണല്ലോ. 10 പൈസ ഉണ്ടോ കയ്യിൽ? 10 പൈസ ഇല്ലെങ്കിലും മുമ്പിൽ കഷ്ടപ്പെട്ടവനെ കണ്ടാൽ വയ്യാറുണ്ടാക്കും. എനിക്ക് അതിന്റെ പണിയാ, ഞാനവിടെ കുടുങ്ങാനൊന്നും ആര് പറയില്ല. പറയട ആര് പറയില്ല? മുമ്പിൽ പറയില്ല, മുമ്പിൽ പറയില്ല. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു. ഇങ്ങനെ മുഅ്മിനീങ്ങൾ അയാൾ കഷ്ടപ്പാട് ഒരാളോട് പറയില്ല. 5-6 പെൺകുട്ടികളുണ്ടായാലും എങ്ങനെ കെട്ടിച്ചു എന്ന് അറിയില്ല. ആര് കെട്ടിച്ചു? ആരാ കെട്ടിച്ചേ? അല്ലാഹ്. എങ്ങനെ കെട്ടിച്ചത് അയാൾക്കറിയില്ല. എല്ലാ കുട്ടികളും കെട്ടിച്ചാൽ അയാൾക്ക് മരിച്ചു. എന്തുകൊണ്ട്? കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാട് ക്ഷമിച്ചു. പരലോകത്തും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ നമ്മളെയും. അപ്പൊ ഒരു കഷ്ടപ്പെട്ട വർത്താനം അകപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതമുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണം. പൊരയിൽ സുഖാണെങ്കിൽ ഈ പള്ളി കമ്മിറ്റി കൂടണം. പൊരയിൽ നല്ല സുഖാണെങ്കിൽ പള്ളി കമ്മിറ്റി കൂടണം. അതോടുകൂടെ എൻ്റെ സുഖം അവസാനിക്കും. സത്യല്ലേ? തുറപ്പ്. ഞാൻ പറഞ്ഞ സത്യം. യുദ്ധം ചെയ്യണം. എല്ലാവരോടും യുദ്ധം ചെയ്യാതെ നടക്കൂല. ചിലപ്പോൾ മൗലിയരോട് യുദ്ധം ചെയ്യണം. ബാക്കിയുള്ള കമ്മിറ്റിക്കാരോട് ഉറപ്പായി യുദ്ധം ചെയ്യണം. നാട്ടുകാരോട് യുദ്ധം, ചീത്തയോട് ചീത്ത. എന്നാലോ നല്ലപോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ നേരെ കഷ്ടപ്പെട്ട് ബേജാറായി തല പുണ്ണാക്കി വന്ന് പൊരേല് കമ്മിറ്റിയോ വന്ന് പറയുമ്പോൾ ഇത്ര ഈമാനില്ലാത്ത പെണ്ണുങ്ങളെ എന്ത് പറയും? എന്റെ കാക്ക എത്ര വട്ടം ഞങ്ങളോട് പറഞ്ഞു ഈ കൊല്ലാപ്പ് നിങ്ങൾ പോണ്ട, നിസ്കരിക്കാൻ പോയപ്പോഴേ നിന്നെ കമ്മിറ്റിക്ക് പോയത്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് തല മാന്തി കുത്തിരിക്കുക. ഈ കാര്യം നേരത്തെ ഞാൻ തിന്നാണ്ടാക്കി തരുന്നുണ്ട്. മക്കൾ അവിടുന്ന് ആവശ്യമുള്ള പൈസ അയച്ചു തരുന്നുണ്ട്. തുണി ഞാൻ തേച്ച് തരുന്നുണ്ട്. ജമാഅത്തിന് പോയപ്പോഴേ കാക്ക എന്ത് നിങ്ങൾ തല ഉണ്ടാക്കാൻ അതിന് പോയത്? ഇയാൾക്ക് എന്ത് വേണം? സ്വർഗം വേണം. അതിന് എന്ത് വേണം? കഷ്ടപ്പാട് വേണം. എന്നിട്ട് ക്ഷമിക്കണം. അപ്പോഴത്തെ കമ്മിറ്റിക്കാരൻ തല്ലണിക്കും. എന്നെ ഇരുത്തിട്ട് ഞാൻ അടങ്ങുള്ളൂ. അപ്പൊ അയാൾ ഒതുങ്ങും. മനസ്സിലായോ? തല്ല് ഉണ്ടായില്ലാന്നേ ഉള്ളൂ. ഇതൊക്കെ അയാൾ അനുഭവിക്കണം. ഇയാൾക്ക് എന്ത് വേണം? കഷ്ടപ്പാട് ഇയാൾ കയറ്റിക്കൂട്ടി ഉണ്ടാക്കിയല്ലേ? കഷ്ടപ്പാട് ഇയാള് കരുതിക്കുട്ടി ഉണ്ടാക്കിയല്ലേ? കുടുംബം കൂട്ടം മുഴുവൻ പറഞ്ഞതാണ് നിങ്ങൾ കമ്മിറ്റി കൂടരുന്നിട്ടാ. കൂടി എന്തുകൊണ്ട്? പൊരയിൽ സുഖാണ്. അപ്പൊ ഇനി എന്ത് വേണം? അതെ അതെന്നെ പൊരയിൽ സുഖാണ്. ഇനി എന്ത് വേണം? കഷ്ടപ്പാട് വേണം. കഷ്ടപ്പാട് കമ്മിറ്റി കൂടണം. എന്തിനും അങ്ങനെ തന്നെ. അവസാനിപ്പിക്കാം. ചിന്തിച്ചോളി. ഇതാണ് ജീവിതം. കഷ്ടപ്പാടില്ലെങ്കിൽ പുനഃപരിശോധിച്ചോ എന്താണ് കഷ്ടപ്പാടിന്റെ വഴി. ചിന്തിക്ക്. ഒരു 10-12 കൊല്ലം മുമ്പാണ് ഞാനൊരു പ്രഭാഷണം കഴിഞ്ഞ് ഒരു വേദിയിൽ ഇങ്ങനെ തളർന്ന് വിയർത്ത് കുളിച്ച് ഇരിക്കാം. അപ്പൊ ഒരു ഫോൺ വന്നു. അപ്പൊ എന്താ ഫോണ്? നിങ്ങൾക്ക് കുറച്ച് മൂട്ടപ്പൊടി വാങ്ങിയിട്ടൂടെ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. നിങ്ങൾക്ക് കുറച്ച് മൂട്ടപ്പൊടി വാങ്ങിയിട്ടു. എനിക്കത് മനസ്സിലായില്ല. ഇപ്പൊ വയറ് കഴിഞ്ഞോടപ്പോ മൂട്ടപ്പൊടി ഒരു 12 കൊല്ലം മുമ്പാണ്. പിന്നെ പറഞ്ഞ് എന്താ മൂട്ടപ്പൊടിക്ക് നിങ്ങളെ കമ്മിറ്റിയിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിത്തരാം.
അങ്ങനെ കുറേ കഴിയുമ്പോൾ പിന്നെ പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ്സിലാണ്, ഇന്നവൻ്റെ ബാപ്പയാണ്, എൻ്റെ കുട്ടീനെ പിന്നെ നോക്കുമ്പോൾ മൂട്ട കടിച്ചിട്ടാകെ. അപ്പോൾ അക്കാലത്ത് ദാറുൽ ഖുർആൻ മരത്തിൻ്റെ കട്ടിലാകുമ്പോൾ സ്വാഭാവികമായും മൂട്ടുണ്ടാവും. നമുക്കിത് പുടുത്തപ്പോഴത്തേന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മൾ വയറ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് എന്നാൽ കുറച്ച് മൂട്ടപ്പൊടി വാങ്ങിട്ടൂടെ. എനിക്കിത് തിരിഞ്ഞില്ല, എന്താ പഠിച്ചോനെ ഇവിടെ മൂട്ടപ്പൊടിയും അതൊന്നും ഒരു ബന്ധം. ഇത് തിരിഞ്ഞപ്പോഴത്തേന് 10 മിനിറ്റ് കഴിഞ്ഞു. അത് ഇഷൈന് കമ്മിറ്റിക്കാരനെ ആകാൻ പോയിട്ടല്ലേ, ആകണല്ലോ. അപ്പം എന്നെ നാട്ടുകാർ ചീത്ത പറയണല്ലോ. മൂട്ട കടിച്ചത് എൻ്റെ ഉത്തരവാദിത്തമല്ല, മൂട്ട ഉണ്ടോ കടിച്ചു ഒന്ന്. പിന്നെ ഒരു സ്ഥാപനത്തിൽ പറഞ്ഞാൽ മൂട്ട ഉണ്ടാവും. എന്തുകൊണ്ട്? ഒരു കുടുംബത്തിൽ നിന്ന് 100 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പുരയിന്ന് ആശുപത്രി പോയാൽ അള്ളാൻ്റെ തൗഫീഖോടുകൂടി ആശുപത്രിയിൽ നിന്ന് മൂട്ടനെയും കൊണ്ടേ വരുള്ളൂ. പിന്നെ ആ കുട്ടി അടുത്ത ലീവിന് പോയി വരുമ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? ബഹുമാനപ്പെട്ട മൂട്ട ഉണ്ടാവും. പിന്നെ ഈ 99 കുട്ടികൾക്ക് മൂട്ട കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ആശുപത്രിയിൽ അള്ളാഹു വാജിബാക്കിയതാണ് എന്ത്? ബഹുമാനപ്പെട്ട മൂട്ട ഇല്ലെങ്കിൽ ആശുപത്രി ആവില്ല. അപ്പൊ ഇതൊക്കെ ആര് സഹിക്കണം? കമ്മിറ്റിക്കാരൻ സഹിക്കണം. അപ്പോൾ ക്ഷമിക്കണം. ജന്റെ പണിയൊക്കെ അറിയാൻ പറ്റൂല. പിന്നെ എന്താ പറയുക, മത്താഫിൽ തല്ലിയത് മാതിരിയാവും. സഹിക്കണം. എന്തുകൊണ്ട്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അത് അകപ്പെടലല്ല, ആ ചമക്കാണ് നിനക്ക് എന്ത് കൂലി. അല്ലാഹ് വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. അതിന്റെ അകപ്പെടല. അപ്പൊ നിനക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയും. ക്ഷമിച്ചാൽ നിന്റെ കൂടെ ആരുണ്ട്? മനസ്സിലായില്ലേ? ക്ഷമിച്ചാൽ നിന്റെ കൂടെ ആരുണ്ട്? അല്ലാഹ് വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടായിട്ടല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മൂമിനെ ക്ഷമിക്കാൻ കഴിയും, അവന്റെ കൂടെ അല്ലാഹ് ഉണ്ട്. മറ്റവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ക്ഷമിക്കാൻ കഴിയില്ല, കാരണം അവന്റെ കൂടെ ആരില്ല? അല്ലാഹു ഇല്ല. അപ്പൊ കഷ്ടപ്പാടോ ക്ഷമയോ പ്രശ്നങ്ങളോ ഒരു അകപ്പെടലെന്ന് പറയാൻ പാടില്ല. കഴിഞ്ഞിട്ടില്ല. വലിയൊരു വിഷയമാണിത്. ഇനി ജീവിതത്തിൽ ആ വാക്ക് പറയരുത്, പറയേ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അതൊക്കെ മനുഷ്യന് വേണം. എല്ലാം ഉണ്ടാകണം. അതെല്ലാം മനുഷ്യനുണ്ടാകണം. മനുഷ്യന് കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വേണം. എല്ലാത്തിനും വേണം. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടേണ്ടി വരും, അതും അവിടെ ആവശ്യമില്ല. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി അതൊരു ആവശ്യം തന്നെ. നീ ഒരു സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സഹകരിച്ചു, അപ്പോൾ നിനക്ക് പല പ്രയാസം ഉണ്ടാവും. ഇതൊക്കെ ദീനാണ്. അല്ലെങ്കിൽ സ്കൂളിൽ കമ്മിറ്റിയിൽ കൂടി, മദ്രസ കമ്മിറ്റി കൂടി, ഒന്നുമില്ലെങ്കിൽ വ്യാപാരി വ്യവസായിൻ്റെ കമ്മിറ്റിയിലുണ്ട്. ഒക്കെ എനിക്ക് പ്രയാസം ക്ഷമയുണ്ടാവും. അത് നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ പെട്ടു. ഇങ്ങനെ അവിടെ എല്ലാം നിനക്ക് കഷ്ടപ്പാടും, അവിടെയൊക്കെ നീ ക്ഷമിക്കണം. അല്ലാഹു തആല യഥാർത്ഥ മോമിനിയങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഞാൻ അകപ്പെട്ടു പോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ അടുത്ത കമ്മിറ്റിക്ക് ഉണ്ടാവില്ല എന്നുള്ള വർത്താനം പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് കഷ്ടപ്പാടാൻ അവസരം ഉണ്ടെങ്കിൽ പറയരുത്. ഞാൻ ഇല്ലട്ടോ അദ്വൈതോടുകൂടെ അവസാനിച്ചു അങ്ങനെ പറയാൻ പാടില്ല. ഒക്കെ നീ ഉണ്ടാവണം, ഒക്കെ നീ കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാടിൻ്റെ അവസാനം ഫലം യബ്ലുഗു ഇലൈഹാ ബിഅമലിഹി, സ്വന്തം അമൽ കൊണ്ട് അവിടെ എത്താൻ ഈ അബ്ദിന് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു മനസ്സിലാവണ്ട. അപ്പോൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ ജോലി സൂപ്പർ മാർക്കറ്റുള്ള ഒരു ബാപ്പാൻ്റെ മകളെ ഒരുത്തൻ കല്യാണം നിശ്ചയിച്ചു. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം നിക്കാഹ് കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് സൂപ്പർ മാർക്കറ്റ് അറബി പിടിച്ചു. പിന്നെ ഈ കല്യാണം ഇവർക്ക് ഒഴിവാകണം. സത്യത്തിൽ ഈ പുതിയാപ്പിളക്ക് എത്ര വലിയ ചാൻസ് ആയിരുന്നു. അവനല്ലാതെ അത്യാവശ്യം കച്ചവട നിയമത്തൊക്കെ ഉണ്ട്. ആ കുടുംബത്തിനെ പോറ്റാൻ കൂടി ഒരു അവസരമാണിത്. അങ്ങനെ വിചാരിച്ചാലോ അവിടെ എന്താ വിചാരിക്കേണ്ടത്? നീ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓൻ മോശാക്കാക്ക് വിളിച്ച് നീ കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങളോട് പോരി, അതിന് നിങ്ങൾ ബേജാറാണ്ട. കല്യാണമൊക്കെ നമുക്ക് ചെറുതാക്കിയാൽ അതാകുമ്പോൾ 4 ആൾ അങ്ങോട്ടും കൊണ്ട് പോയാൽ മതി. നിങ്ങൾ ബേജാറാണ്ട. പിന്നെ പൊന്നുങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളോട് വരി, നിങ്ങൾ വിഷമിക്കണ്ടേ, അതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വേറെ പരിഹാരം ഉണ്ടാവും എന്ന്. അമ്മോശാക്കാനെ കാറെടുത്ത് ഓൻ തന്നെ കൊണ്ടുവന്നു. അമ്മോശാക്ക അവനൊരു പെണ്ണിനെ കൊടുത്തില്ലേ? മനസ്സിലായില്ല. പ്രായപൂർത്തിയായ യുവതിയായ ഒരു പെണ്ണിനെ കുഞ്ഞ അതിൽ വലിയ എന്തായാലും തരണ്ട്. അപ്പോൾ അള്ളാഹു ഒരു അവസരം കൊടുത്തവന്. പിന്നെ ആ പരീക്കൻ സാധാരണ അവൻ്റെ പരീക്ക് ഒരു കീസ് വാങ്ങുമ്പോൾ ഒരു കീസും കൂടി ഏറെ വാങ്ങി അപ്പരേനും പോറ്റി. എൻ്റെ ഇടയ്ക്ക് 4 മാസം 5 മാസം ഒരു പോക്കറ്റ് മണി 500 രൂപ ഇടക്കിടക്ക് അമ്മോശാക്കൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതിനുള്ള വരുമാനം അള്ളാഹുവിനെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അയാൾക്ക് വേറെ ജോലി കിട്ടി, അയാൾ പോയി ഓല് റാഹത്തായി. ഇതൊരു പരീക്ഷണാണ്. ഇവൻ എവിടെ എത്തും? മനസ്സിലായില്ല. ഇതൊരു പരീക്ഷണാണോ? അല്ലേ പരീക്ഷ. മറ്റൊരു പിന്നെ രക്ഷപ്പെട്ടു, പക്ഷെ ഇവന്റെ സ്വർഗം പോയി. മനസ്സിലാവോ? ചിന്തിക്കണം. നമ്മൾ അവിടെയൊക്കെയാണ്. അതാണ് വെള്ളിക്കോല്. അവിടെ അടുത്ത് നോക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യലല്ല. നമ്മൾ നല്ല എന്താ പറയാ, നല്ല ഐക്കോറ പൊരിച്ചത് അമ്മായിമ്മ അങ്ങനെ തരുമ്പോൾ അത് കഴിഞ്ഞ് തിന്നിട്ട് കൈ തുടക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതെല്ലടങ്ങായി. ഐക്കോറ 500 രൂപ 800 രൂപേന്റെ ഐക്കോറ വാങ്ങി പൊരിച്ച് അമ്മായിമ്മോ അമ്മാശാക്കി ഇപ്പുറത്ത് തീറ്റുമ്പോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോ ഇജാതിരി അമ്മോശാക്കാൻ ഈ അമ്മായിമാൻ എനിക്ക് കിട്ടിയാലോ അൽഹംദുലില്ലാഹ്. ഇതല്ലട ചങ്ങായി ഇത് ചെയ്യേണ്ടത്. അവരെ കഷ്ടപ്പാടിൽ നീ ക്ഷമിക്കണം, അതിന് നീ ഷെയർ ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊന്നും അകപ്പെടലല്ല, ഇതും അകപ്പെടലുണ്ട്. അടുത്ത ക്ലാസ് പറയാം. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മളെ ആക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളൊക്കെ ചേർത്ത് തരട്ടെ. ഒരു ചെറിയ അമൽ ചെയ്ത് മാത്രം ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കും. ഇന്ന് ചെറിയൊരു അമലേ ഉള്ളൂ, ദീർഘമായ ഏടൊന്നും ആരും കൊടുക്കേണ്ട. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ മുർസലീന വമലായികത്തില്ലാഹി കുല്ലിഹിം അജ്മഈന وإلى حضرات أصحاب النبي المصطفى محمد وإلى حضرات آبائنا وأمهاتنا وإلى حضرات جميع المسلمين والمسلمات والمؤمنين والمؤمنات كلهم أجمعين. الفاتحة.